الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
यानी गुज़श्ता कल 20 फरवरी का दिन गुजरा है। ये दिन ഇന്നലെ जमात में അതായത് मौत की पेशगोई के കഴിഞ്ഞുപോയ ദിവസം खास अहम, ഫെബ്രുവരി 20 ആയിരുന്നു. जिसमें हज़रत मसीह मौद ഈ ദിനം ജമാഅത്തിൽ വാഗ്ദത്ത പരിഷ്കർത്താവിനെ സംബന്ധിച്ചുള്ള പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സവിശേഷ പ്രാധാന്യമർഹിക്കുന്നു. ഇതിൽ ഹദ്റത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് ഒരു മകൻ ജനിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വാർത്ത നൽകിയിരുന്നു. അവൻ നന്മയുള്ളവനും സ്വാലിഹും मैंने അതുപോലെ ഒട്ടനവധി ഗുണഗണങ്ങളുടെ ഉടമസ്ഥനും ആകേണ്ടിയിരുന്നു. निशानात के हवाले से जिक्र किया था। കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ഞാൻ ഹദ്റത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ मुनासिब समझा ചില അടയാളങ്ങളുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇന്നും ഞാൻ മനസ്സിലാക്കുന്നത് का जिक्र करूं। ഫെബ്രുവരി इसको हज़रत मसीह मौद 20 सामने തൊട്ടടുത്ത വെള്ളിയാഴ്ച ആയതിനാൽ निशान करार दिया। ഈ പ്രവചനത്തെക്കുറിച്ച് പറയാം എന്നാണ്. ഹദ്റത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനെ അതിമഹത്തരമായ ഒരു അടയാളമായി കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. लेकिन ये ആക്ഷേപകർക്ക് മറുപടിയായിക്കൊണ്ട് അദ്ദേഹം അരുൾ ചെയ്യുന്നു, ഇങ്ങനെ വിശദീകരിക്കുന്നു: ऐसी पेशगोई നിങ്ങൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, और सिर्फ എങ്കിലും पेशगोई नहीं की जाए, ഇങ്ങനെ ഒരു പ്രവചനം ചെയ്യുകയും सिफात का हामिल അതും വെറും ഒരു മകൻ ഉണ്ടാകുന്ന പ്രവചനം മാത്രമല്ല, മറിച്ച് ദീർഘായുസ് പ്രാപിക്കുന്ന, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജനിക്കുന്ന വളരെയധികം ഗുണഗണങ്ങളോട് കൂടിയ ഒരു മകനെക്കുറിച്ചുള്ള പ്രവചനം ചെയ്യുക എന്നത് മാനുഷിക ശക്തികൾക്ക് അതീതമാണ്. അദ്ദേഹം അരുൾ ചെയ്യുന്നു, ഈ പ്രഖ്യാപനത്തെ ആഴത്തിലും നീതിബോധത്തോടും കൂടി വിശകലനം ചെയ്യുകയാണെങ്കിൽ ഇത് ദൈവിക അടയാളമാണ് എന്നതിൽ യാതൊരു സംശയവും ഉണ്ടാവുകയില്ല. तो इस किस्म की पेशगोई जो അദ്ദേഹം ऐसे ही निशान पर ആക്ഷേപകരോട് പറയുന്നു, पेश करो। അഥവാ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള അടയാളങ്ങളോട് കൂടിയ പ്രവചനം നിങ്ങളും സമർപ്പിക്കുക. പറയുന്നു, ये सिर्फ पेशगोई ही नहीं बल्कि एक अजीमुशान निशाने आसमान ഇവിടെ कണ്ണു തുറന്ന് നിരീക്ഷിക്കേണ്ടതാണ്. और जैसा कि आपकी ഇത് കേവലം ഒരു പ്രവചനം മാത്രമല്ല, बेसानियत മറിച്ച് അതിമഹത്തായ ഒരു ആകാശീയ അടയാളമാണിത്. की अजमत सब पर साबित करना था। അദ്ദേഹത്തിന്റെ നിയോഗ ഉദ്ദേശം भी ഇസ്ലാമിന്റെ സത്യസന്ധതയെയും पेश फरमाकर റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതയെയും इस ताकत को जाहिर करता है എല്ലാവരിലും വെളിപ്പെടുത്തുക എന്നതായിരുന്നു. कि इस निशाने आसमानी അതുപോലെ തന്നെ ഇവിടെയും അദ്ദേഹം ഈ പ്രവചനത്തെയും അടയാളത്തെയും വെളിപ്പെടുത്തിക്കൊണ്ട് തന്റെ മഹത്വത്തെയല്ല വെളിപ്പെടുത്തുന്നത്, മറിച്ച് പറയുന്നു, ഈ ആകാശീയ അടയാളം सदाकत കാരുണ്യവാനായ അള്ളാഹു നമ്മുടെ റഊഫും റഹീമും പരിശുദ്ധീകരിക്കപ്പെട്ടവനുമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ शान സത്യസന്ധതയെയും മഹത്വത്തെയും വെളിപ്പെടുത്തുന്നതിനായിക്കൊണ്ടാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. औला व अकमल व अफजल व अतम है। പറയുന്നു, യഥാർത്ഥത്തിൽ ഈ അടയാളം खुदा फरमाई മൃതിയടഞ്ഞ ഒരു വ്യക്തിയെ ജീവിപ്പിക്കുന്നതിനേക്കാളും 100 മടങ്ങ് ഉന്നതവും പരിപൂർണവും ശ്രേഷ്ഠവും സ്ഥൈര്യമുള്ളതുമാകുന്നു. അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ईसा अलैहिस्सलाम ഒരു മൃതിയടഞ്ഞവനെ ജീവിപ്പിക്കുന്നത് സ്വൽപ്പനേരത്തേക്ക് ആത്മാവിനെ മടക്കി വിളിക്കുന്നത് മാത്രമാണ്. ഏതുപോലെ എന്നാൽ ബൈബിളിൽ ഹദ്റത്ത് ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും അതുപോലെ മറ്റു ചില പ്രവാചകന്മാരെ കുറിച്ചും അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. कोई फायदा नहीं എങ്കിൽ തന്നെയും ആക്ഷേപകർ ഇതിനെയും ആക്ഷേപവിധേയമാക്കുന്നു. बफजल ही ഇനി ഒരു മൃതിയടഞ്ഞ ആൾ പുനർജീവിച്ചു എന്ന് അംഗീകരിച്ചാൽ തന്നെയും അതുകൊണ്ട് ലോകർക്ക് യാതൊരു പ്രയോജനവുമില്ല. खुदावन करीम എന്നാൽ ഇവിടെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താലും അവന്റെ ഔദാര്യത്താലും ഹദരത്ത് ഖാത്തമുൽ അംബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്തിനാലും ने फरमाया है കാരുണ്യവാരിധായ ദൈവം ഈ വിനീതന്റെ ദുആ സ്വീകരിച്ചുകൊണ്ട് തന്റെ ആന്തരികവും ബാഹ്യവുമായ ബറക്കത്തുകൾ മുഴുവൻ ലോകത്തും വ്യാപിപ്പിക്കുന്ന ഒരു അനുഗ്രഹീത ആത്മാവിനെ നിയോഗിക്കുന്നതിനെ കുറിച്ചുള്ള സുവാർത്തയാണ് നൽകിയിരിക്കുന്നത്. जो कोई मुझ पर हमला करता है वो दर हकीकत मेरे पाक मतबू पर जो नबी करीम सल्लल्लाहु അദ്ദേഹം അരുളി ചെയ്യുന്നു, അല്ലയോ ജനങ്ങളെ, ഞാൻ എന്താണ് എന്റെ യാഥാർത്ഥ്യം? ആരാണോ എന്നെ ആക്രമിക്കുന്നത് അവൻ യഥാർത്ഥത്തിൽ
എന്റെ പരിശുദ്ധനായ ഞാൻ പിൻപറ്റുന്ന നബിയെ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. उसको जलील और रसवा എന്നാൽ അവർ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, അവർക്ക് സൂര്യനിൽ മണ്ണിടാൻ സാധ്യമല്ല. शान और शौकत അവൻ അതിനെ തുനിഞ്ഞാൽ തന്നെയും ആ മണ്ണ് അവന്റെ തന്നെ തലയിലും കണ്ണുകളിലും മുഖത്തും വീണുകൊണ്ട് അവനെ നാണം കെട്ടവനും അപമാനിതനുമാക്കുന്നതാണ്. क्या तुम നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തസ്സും ആഭിജാത്യവും അവന്റെ ശത്രുതയും അസൂയയും കാരണത്താൽ കോട്ടം തട്ടുന്നതല്ല, सल्लल्लाहु अलैहि वसल्लम മറിച്ച് അധികമധികമായി കൊണ്ട് അല്ലാഹു തആല അത് പ്രകടമാക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രഭാത സമയത്ത് ഉദിച്ചുയരുന്ന സൂര്യനെ തടുത്തു നിർത്താൻ സാധിക്കുമോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയാകുന്ന ഈ സൂര്യന് ഒരു നഷ്ടവും വരുത്താൻ സാധിക്കുകയില്ല. അല്ലാഹു നിങ്ങളുടെ വൈരാഗ്യവും ലുബ്ധും അകറ്റുമാറാകട്ടെ. तो आपने ये चैलेंज दिया और तंबीह फरमाई। ഈ ആക്ഷേപക വൃത്തത്തിൽ അമുസ്ലിങ്ങളോടൊപ്പം ചില മുസ്ലിങ്ങളും ഉണ്ട്. जानते हैं അവരെ അദ്ദേഹം വെല്ലുവിളിക്കുകയും താക്കീത് നൽകുകയും ചെയ്തു. वो माऊद बेटा पैदा हुआ जिसने എന്തായാലും ഈ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ हजरत നമുക്കറിയാവുന്നതുപോലെ 1889 മാർച്ച് മാസത്തിൽ ആ വാഗ്ദത്ത പുത്രൻ ഭൂജാതനായി. जो रहती दुनिया तक അദ്ദേഹം ഇസ്ലാമിന്റെ ശ്രേഷ്ഠതയെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തസ്സും ആഭിജാത്യവും നിലനിർത്തുന്നതിനായി कि मैं मुस्लिम माऊद ലോകം നിലനിൽക്കുന്ന കാലത്തോളം ഓർമ്മിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിറവേറ്റുകയുണ്ടായി. पेशगोई के ഇതിനെ അന്യരും അംഗീകരിക്കുന്നു. वही समझता हूँ ताकि बार बार ഹസ്രത്ത് മുസ്ലിം മൗദിന്റെ ചില സവിശേഷ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ പ്രവചനത്തിന്റെ യഥാർത്ഥ രൂപം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് അനിവാര്യമാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും ഇത് നമ്മുടെ കൺമുമ്പിൽ വന്നുകൊണ്ട് നമുക്ക് ഇതിന്റെ ശ്രേഷ്ഠതയും ഔന്നത്യവും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഇതിന്റെ യാഥാർത്ഥ്യവും നമുക്ക് മനസ്സിലാകുന്നതാണ്. ഹദ്റത്ത് മസീഹെ മഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ തൂലിക കൊണ്ട് ഫെബ്രുവരി 20, 1886 ഒരു വിളംബരം സിറാജെ മുനീർ റിസാലയിൽ സർവശക്തനും പരിപാലകനുമായ ദൈവത്തിന്റെ അടയാളങ്ങൾ എന്ന തലക്കെട്ടിൽ എഴുതി. ഇത് റിയാസഹിൻ അമൃത്സർ പത്രത്തിൽ മാർച്ച് 1, 1886 സപ്ലിമെന്റ് ആയിക്കൊണ്ട് പ്രസിദ്ധീകരിച്ചു. तमाम दर्ज होंगी यानी അതിൽ അദ്ദേഹം എഴുതുന്നു, दर्ज होंगी। पहली पेशगोई जो खुद ഈ റിസാലയിൽ लिखा है आज 20 फरवरी പ്രവചനങ്ങൾ വിശദീകരണങ്ങളോടുകൂടി രേഖപ്പെടുത്തപ്പെടുന്നതാണ്. जमाती उल अव्वल പ്രവചനങ്ങളിൽ ഒന്നാമത്തേത് ഈ എളിവിനെ സംബന്ധിച്ചുള്ളതാണ്. ഇന്ന് ഫെബ്രുവരി 20, 1886 അതായത് ജമാഅത്തുൽ അവൽ 15 जाती है और मुफस्सल रसाले में ചുരുങ്ങിയ രീതിയിൽ ദൈവവചനങ്ങൾ ഉദാഹരണമായി എഴുതുന്നു. अल्लाह ताला ഇതിന്റെ വിശദീകരണം റിസാലയിൽ രേഖപ്പെടുത്തുന്നതാണ് ഇൻഷാ അല്ലാഹ്. बेइल्हाम अल्लाह ताला व आलामिही अज़्ज़ा व जल ആദ്യത്തെ പ്രവചനം खुदाए रहीम व बुजुर्ग बरतर ने जो हर एक चीज पर कादिर है जल्ला शानुहु व अज़्ज़ा इस्मुहु ആദിയും അന്തിയുമായ ദൈവം इल्हाम से അവൻ കരുണാമയനും സർവശക്തനും മഹത്വമുടിയവനും പരിശുദ്ധനുമാകുന്നു. इसी के मुवाफिक അവൻ തന്റെ ഇൽഹാമിലൂടെ എന്നെ സംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, तजर्रुआत को ഞാൻ നിനക്ക് അനുഗ്രഹത്തിന്റെ ഒരു അടയാളം നൽകുന്നു. നീ എന്നോട് ചോദിച്ച പ്രകാരം ഞാൻ നിന്റെ വിലാപങ്ങൾ കേൾക്കുകയും എന്റെ കാരുണ്യത്താൽ നിന്റെ പ്രാർത്ഥനകൾക്ക് സ്വീകാര്യത നൽകുകയും നിന്റെ യാത്ര ലുധിയാനയിൽ നിന്ന് ഓഷിയാർപൂരിലേക്ക് നിനക്ക് അനുഗ്രഹമാക്കുകയും ചെയ്തിരിക്കുന്നു. फजल और एहसान का निशान तुझे अता होता है और फतह और जफर की അത്ഭുത ശക്തിയുടെയും ഔദാര്യത്തിന്റെയും സായുജ്യത്തിന്റെയും അടയാളം നിനക്ക് നൽകുന്നു. खुदा ने ये कहा വരപ്രസാദത്തിന്റെയും അനുഗ്രഹ വായ്പിന്റെയും അടയാളം നിനക്ക് ലഭിക്കാൻ പോകുന്നു. निजात पावे വിജയങ്ങളുടെ കുഞ്ചിക നിനക്ക് കരസ്ഥമാവുകയാണ്. पड़े हैं അല്ലയോ വിജയശാലി, നിനക്ക് സമാധാനം. और ताद ജീവിതത്തെ ആഗ്രഹിക്കുന്നവർക്ക് മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷ ലഭിക്കാനും लोगों पर ഖബറുകളിൽ മറവ് ചെയ്യപ്പെട്ടവർ പുറത്തു വരുമാറാകാനും ज़ातों के साथ आ जाए ഇസ്ലാം മതത്തിന്റെ മേന്മയും के साथ ദൈവവചനത്തിന്റെ പെരുമയും ജനങ്ങൾക്ക് വെളിപ്പെടുന്നതിനും ഞാൻ സർവശക്തനും ഇച്ഛിക്കുന്നത് ചെയ്യുന്നവനുമാണെന്ന് ലോകത്തിന് മനസ്സിലാക്കുന്നതിനും आएंगे लाएं ഞാൻ നിന്നോടൊപ്പമാണെന്ന് അവർക്ക് ദൃഢബോധ്യം വരുന്നതിനും कि मैं ദൈവത്തിന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നവർക്കും जो खुदा ദൈവത്തിന്റെ മതത്തെയും ഗ്രന്ഥത്തെയും പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിഷേധിക്കുകയും കള്ളവാദിയായി ചിത്രീകരിക്കും ചെയ്യുന്നവർക്കും തുറന്ന ഒരു ദൃഷ്ടാന്തമായിരിക്കുന്നതിനും और तकसीब की കുറ്റവാളികളുടെ മാർഗം വെളിപ്പെടുമാറാകുന്നതിനും വേണ്ടി അത്രേ ഇപ്രകാരം അരുളിയിട്ടുള്ളത്. जाहिर हो जाए सो तुझे बिशारत हो कि एक वजी और पाक लड़का तुझे दिया जाएगा
एक जकी गुलाम लड़का तुझे मिलेगा, वो लड़का तेरे ही तुखम से तेरी ही ज़ुर्रियत और नस्ल होगा। अल्लाह ताला ने यहाँ ആകയാൽ നിനക്ക് സുവിശേഷമായിരിക്കട്ടെ, പ്രതാപവാനും പരിശുദ്ധനുമായ ഒരു പുത്രൻ നിനക്ക് നൽകപ്പെടും, ഒരു പരിപാവന പുത്രൻ നിനക്ക് ലഭിക്കുന്നതാണ്. ആ കുട്ടി നിന്റെ ബീജത്തിൽ നിന്നും നിന്റെ സന്തതിയിൽ നിന്നുമുള്ളവൻ തന്നെയായിരിക്കും. അള്ളാഹുവിടെ എല്ലാ സംശയങ്ങളെയും ദൂരീകരിച്ചിരിക്കുന്നു. अमवाइल പിന്നീടുണ്ടാകുന്ന പരമ്പരയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു കുട്ടിയെക്കുറിച്ചല്ല, മറിച്ച് लिखी हुई है। ഇത് ഹദ്റത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വന്തം പുത്രൻ തന്നെയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. असल लफ्ज़ अमानुएल ही है। बहरहाल സുന്ദരനായ പരിശുദ്ധ സുതൻ, നിന്റെ വിരുന്നുകാരൻ ഇതാ വരുന്നു. उसका नाम अमवाइल और बशीर അവന്റെ പേര് അമാനുവൽ എന്നും, या अमानुएल और बशीर തന്റെ അഞ്ചാമേ ആദം എന്ന ഗ്രന്ഥത്തിൽ അമ്മാനുവൽ എന്നാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം എഴുതിയിരിക്കുന്നത്. എന്തായാലും അവന്റെ പേര് ഇമ്മാനുവേൽ എന്നും ബഷീർ എന്നുമാണ്. जो आसमान से आता है, उसके साथ फजल है। അവന് പാവനമായ ആത്മാവ് നൽകപ്പെട്ടിരിക്കുന്നു. साहिब शको और അവൻ അശുദ്ധികളിൽ നിന്നെല്ലാം അതീതനായിരിക്കും. അവൻ ദൈവത്തിന്റെ പ്രഭ അഥവാ നൂറുള്ള ആയിരിക്കും. रूल हक ആകാശത്തിൽ നിന്ന് വരുന്നവൻ അനുഗ്രഹീതൻ. അവന്റെ വരവോടുകൂടി വരുന്നവനോടൊപ്പം അനുഗ്രഹമുണ്ട്. അവൻ പ്രതാപവും ഐശ്വര്യവുമുള്ളവനായിരിക്കും. അവൻ ലോകത്ത് വന്ന് തന്റെ മസീഹി ഗുണവും റൂഹുല്ലക്ക് അഥവാ സത്യത്തിന്റെ ആത്മാവിന്റെ അനുഗ്രഹവും മുഖേന അനേകരുടെ ലോകത്തെ സുഖപ്പെടുത്തും. അവൻ കലിമത്തുള്ള അഥവാ അള്ളാഹുവിന്റെ വചനമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹവും അവനെ മഹത്വത്തിന്റെ വചനത്താൽ അയച്ചിരിക്കുന്നു. അവൻ വലിയ ബുദ്ധിശാലിയും ആത്മീയവുമായുള്ള വിദ്യകളാൽ അവൻ നിറയ്ക്കപ്പെടും. आखिर है मजरुल हक वल अल्लाह അവൻ വലിയ ബുദ്ധിശാലിയും കാര്യജ്ഞനും സഹനശീലനുമായിരിക്കും. ലൗകികവും ആത്മീയവുമായുള്ള വിദ്യകളാൽ അവൻ നിറയ്ക്കപ്പെടും. അവൻ മൂന്നിനെ നാലാക്കുന്നവനായിരിക്കും. തിങ്കളാഴ്ച അനുഗ്രഹപൂർണമായ തിങ്കളാഴ്ച, വാത്സല്യപുത്രൻ, മഹാഭാഗ്യവാനായുള്ളവൻ, ആത്യന്തരഹിതമായ ദൈവം പ്രത്യക്ഷപ്പെടുന്ന സ്ഥാനവും സത്യത്തിന്റെ ഔന്നത്യത്തിന്റെയും നിലയുമായിട്ടുള്ളവൻ, അള്ളാഹു ആകാശത്തിൽ നിന്നും ഇറങ്ങിയതുപോലെ അവന്റെ ആവിർഭാവം എത്രയും അനുഗ്രഹീതവും ദൈവത്തിന്റെ പ്രതാപം വെളിപ്പെടുത്തുന്നതിന് കാരണവുമായിരിക്കും. ഏതൊരുവനെ ദൈവം തന്റെ അഭീഷ്ടമാകുന്ന പരിമളം കൊണ്ട് പരിലിപ്തനായിരിക്കുന്നുവോ ആ പ്രഭാശാലി വരുന്നു. നാം നമ്മുടെ വചനം അവനിലാക്കും. അവന്റെ തലയ്ക്ക് മീതെ ദൈവത്തിന്റെ നിഴലുണ്ടായിരിക്കും. അവൻ വേഗം വേഗം വളർന്നു വരികയും ബന്ധനസ്ഥരുടെ മോചനത്തിന് കാരണമാവുകയും ചെയ്യും. ഭൂമിയുടെ കോണുകളിലെല്ലാം അവൻ കീർത്തി പ്രാപിക്കും. ജാതികൾ അവങ്കിൽ നിന്നും അനുഗ്രഹം കൈക്കൊള്ളും. അനന്തരം അവൻ സ്വർഗത്തിൽ തനിക്കുള്ള ആത്മസ്ഥാനത്തേക്ക് കരയേറ്റപ്പെടും. ഇത് വിധിച്ചുപോയ കാര്യമാകുന്നു. अपनी खुसूसियात का लोहा दुनिया से बनवा ഞാൻ പറഞ്ഞതുപോലെ इस दुनिया से ഈ സവിശേഷതകളോട് കൂടിയ ഒരു മകനായിരുന്നു ജനിക്കേണ്ടിയിരുന്നത്. അങ്ങനെ ഒരു മകൻ ജനിച്ചത് ഈ ലോകം കാണുകയും ചെയ്തു. 52 വർഷം വരെ जाकर देख ഖിലാഫത്ത് പദവിയിൽ ഉപവിഷ്ടനായിരുന്നതിനു ശേഷം തന്റെ സവിശേഷ ഗുണങ്ങളുടെ മാഹാത്മ്യം ജനങ്ങളെ അംഗീകരിപ്പിച്ചതിനു ശേഷം അദ്ദേഹം ഇഹലോകവാസം വെടിയുകയുണ്ടായി. तो इसके लिए कई किताबें लिखने की जरूरत അഥവാ ഈ സവിശേഷ ഗുണങ്ങളുടെ ആഴത്തിലേക്ക് നാം ഇറങ്ങിച്ചെന്ന് നോക്കുകയും ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ഹദ്റത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് അൽ മസീഹുൽ മഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തെ അവലോകനം ചെയ്യുകയും ചെയ്താൽ അതിനായി പല ഗ്രന്ഥങ്ങളും രചിക്കേണ്ടതായി വരും. ഏതെങ്കിലും ഒരു ഖുത്ബയിലോ പ്രഭാഷണത്തിലോ ഹദ്റത്ത് മസീഹ് മഊദിന്റെ ജീവിതത്തെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും ഉൾക്കൊള്ളിക്കുവാൻ സാധ്യമല്ല. अपने अपने ज़ौक़ और इल्म के मुताबिक इस मज़मून को बयान करते हैं। मैं भी कई मरतबा इस मज़मून को बयान कर चुका हूँ। हज़रत ख़तीब मसीह सालिस और हज़रत मसीह राबी ഇതിന്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തിൽ എല്ലാ വർഷവും ഫെബ്രുവരി 20-ാം തീയതി ജൽസ യൗമെ മുസ്ലിഹ് മഊദ് നടത്തിവരുന്നു. പ്രഭാഷകന്മാരും പണ്ഡിതന്മാരും തങ്ങളുടെ അറിവും വൈഭവവും അഭിരുചിയും അനുസരിച്ച് ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. हर एक को समझ ഞാനും പല പ്രാവശ്യം ഈ വിഷയം പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസും ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബിയും ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ ഹദ്റത്ത് മസീഹ് മഊദിന്റെ ജീവചരിത്രവും ഈ പ്രവചനവും മുഴുവനായും വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞുവെന്നോ അത് എല്ലാവർക്കും മനസ്സിലായി എന്നോ നമുക്ക് ഇനിയും പറയാൻ സാധ്യമല്ല. और ये भी कि अपने और गैर എന്തായാലും ഞാൻ ഇന്നും ഹദ്റത്ത് മസീഹ് മഊദിന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ഈ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കുന്നതാണ്. 1-2 പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, പ്രവചനത്തിന്റെ 1-2 ഭാഗങ്ങളെക്കുറിച്ചും. मुस्लिम मौत की कुतुब और लेक्चर्स और तकारीर का एक जायजा भी पेश करना चाहता हूँ। ഇന്ന് നമ്മളെയും അന്യരെയും അദ്ദേഹത്തിന്റെ അറിവും ദൈവജ്ഞാനവും ഏത് രീതിയിൽ സ്വാധീനിച്ചു എന്നതിനെക്കുറിച്ച് പറയുന്നതാണ്. बाज नहीं ആദ്യമായി ഹദ്റത്ത് മസീഹ് മഊദിന്റെ ഗ്രന്ഥങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും ലെക്ചറുകളുടെയും ഒരു അവലോകനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ആ കാലഘട്ടത്ത് റെക്കോർഡിംഗിന്റെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ചില പ്രഭാഷണങ്ങളും ലെക്ചറുകളും പൂർണ്ണമായിട്ടും ലഭ്യമാണ്, എങ്കിലും ചിലത് ലഭ്യമല്ല.
പകർപ്പെഴുത്തുകാർ ഒപ്പത്തിനൊപ്പം എഴുതുമായിരുന്നു. ചിലപ്പോൾ പൂർണ്ണമായിട്ടും എഴുതാനും സാധിക്കില്ലായിരുന്നു. എന്തായാലും ഹദ്റത്ത് മുസ്ലിഹ് മൗഊദിന്റെ ഗ്രന്ഥങ്ങളും പ്രഭാഷണങ്ങളും ലെക്ചറുകളും जल्दों में आप അതിന്റെ സമാഹാരം അൻവാറുൽ ഉലൂം എന്ന പേരിൽ ഫദ്ലെ ഉമർ ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. और तकारी ഇപ്പോൾ അൻവാറുൽ ഉലൂമിന്റെ 24 വാള്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ വാള്യങ്ങളിൽ മൊത്തം അദ്ദേഹത്തിന്റെ 633 ലെക്ചറുകളും പ്രഭാഷണങ്ങളും ഗ്രന്ഥങ്ങളും ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. और इस तरह कुल जो लेक्चर वगैरह होंगे ഇതിന്റെ മൊത്തം 32 വാള്യങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുമെന്നാണ് ഫദ്ലെ ഉമർ ഫൗണ്ടേഷന്റെ ഏകദേശ അനുമാനം. तकरीबन അങ്ങനെയാണെങ്കിൽ മൊത്തം 850ഓളം ലെക്ചറുകളും ഗ്രന്ഥങ്ങളും പ്രഭാഷണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. आ गई 25 से 29 जिल्दें जो हैं वो तैयार हो गई, अभी छपी नहीं. उनमें से 163 कुतुब लेक्चर्स और तकारीर शामिल हैं. फिर उसके बाद 25 മുതൽ 29 വരെ ഉള്ള വാള്യങ്ങൾ ഇനി വരാനുണ്ട്. 24 വന്നു കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. ഇത് പൂർത്തിയായിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതിൽ 163 പ്രഭാഷണങ്ങളും ലെക്ചറുകളും ഗ്രന്ഥങ്ങളും ഉൾപ്പെടുന്നു. അതിനുശേഷം 3 വാള്യങ്ങൾ കൂടി ബാക്കിയുണ്ടാകുന്നതാണ്. എന്തായാലും മൊത്തം 800 മുകളിൽ പോകുന്നതാണ്. 76 बनती है. और खुतबात महमूद की इस वक्त कुल 28 जिल्दें शाया हो चुकी हैं, जिनमें 1602 खुतबात शामिल हैं. और 1948 से 1959 അതുപോലെ ജുമാ ഖുതുബകളും ഈദ് ഖുതുബകളും നിക്കാഹ് ഖുതുബകളുടെയും കണക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് 2073 ആണ്. खुतबात और शामिल हो ഖുതുബാത്തെ മഹമൂദിന്റെ മൊത്തം 28 വാള്യങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 1602 ഖുതുബകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1948 മുതൽ 1959 വരെയുള്ള ഖുതുബകൾ 29 മുതൽ 39 വരെയുള്ള വാള്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇതും മൊത്തം 500-നടുത്ത് ഖുതുബകൾ വരുന്നതാണ്. नहरें बह ഇത് അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക പ്രവർത്തനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ഏകദേശ കണക്കാണ്. सालिस ने भी एक दफा ये तजिया पेश किया था. और ഓരോ ഖുതുബകളും പ്രഭാഷണങ്ങളും ഗ്രന്ഥങ്ങളും നോക്കുകയാണെങ്കിൽ അത് അറിവിന്റെയും ജ്ഞാനത്തിന്റെയും മുത്തുകൾ കോർത്തെടുത്തതായും किया जाएगा. इसमें ही इतनी वसत है. അറിവിന്റെ നദിയുടെ ഒഴുക്ക് കണ്ട് മനുഷ്യൻ ആശ്ചര്യമടഞ്ഞു പോകുന്നതാണ്. बहरहाल इस सिलसिले में ഒരിക്കൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസും ഒരു അവലോകനം സമർപ്പിച്ചിരുന്നു. അതായത് പ്രവചനത്തിലെ ഏതെങ്കിലും ഒരു വശത്തെ മുൻനിർത്തിക്കൊണ്ട്, അതായത് അവൻ ആന്തരികവും ബാഹ്യവുമായ ജ്ഞാനങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെടുന്നതാണ് എന്നതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പോലും അത് അനന്തമായി കാണപ്പെടുന്നതാണ്. എന്തായാലും ഖലീഫത്തുൽ മസീഹ് സാലിസ് അരുളി ചെയ്തത്, ഈ അവലോകനത്തിൽ വരുന്ന ഉസൂറിന്റെ ഒരു ഗ്രന്ഥം അത് തഫ്സീർ കബീറാണ്. അത് എത്രത്തോളം ആശ്ചര്യജനകമായ തഫ്സീറാണെന്നാൽ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ച് ശ്രദ്ധിച്ചു പഠിക്കുന്ന ഏതൊരു വ്യക്തിയും ലോകത്ത് ഒരു വരിഷ്ഠദാസൻ ജനിക്കുകയും പിന്നീട് വിശുദ്ധ ഖുർആന്റെ ഈ ഭാഗത്തിന്റെ വിശദീകരണമായിക്കൊണ്ട് ഇതേ കാര്യങ്ങൾ പറയുകയും ചെയ്താൽ ലോകത്തിന്റെ കണ്ണിൽ അദ്ദേഹം ഒരു ദൈവികദാസനാണ് എന്ന് അംഗീകരിക്കുന്നതിന് അത് തന്നെ മതിയാകുന്നതാണ്. में 10 जिल्दें तफसीर कबीर ഇത് എല്ലാവരും സമ്മതിക്കുന്നതാണ്. तकरीबन 6000 എന്നാൽ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. വിശുദ്ധ ഖുർആനെ കുറിച്ച് വേറെയും പല ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചു. ഖലീഫത്തുൽ മസീഹ് സാലിസ് പറയുന്നു, എനിക്ക് തോന്നുന്നത് വിശുദ്ധ ഖുർആന്റെ തഫ്സീറായിക്കൊണ്ട് തന്നെ ഉസൂർ 10,000-ഓളം പേജുകൾ രചിച്ചിട്ടുണ്ട് എന്നാണ്. कलाम के ऊपर खलीफा मसीह सानी ने 10 कुतुब और रसायल लिखे. ये खलीफा मसीह सालिस की ഇപ്പോൾ തഫ്സീർ കബീറിന്റെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് 10 വാള്യങ്ങളാണ്. तफसीर അത് തന്നെ ഏകദേശം 6,000 പേജുകൾ വരുന്നതാണ്. सूरह അതുകൂടാതെ സൂറത്തുകളുടെ കുറിപ്പുകളും പല പ്രഭാഷണങ്ങളും വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനങ്ങളായിക്കൊണ്ട് പറഞ്ഞിരിക്കുന്ന വചനങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ പദ്യരൂപത്തിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് 10 ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. है. उसके बाद फिर बीच में नहीं की ഇത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ ആ സമയത്തെ അവലോകനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. से लेकर തഫ്സീർ കബീറിന്റെ 10 വാള്യങ്ങളിൽ സൂറ ഫാത്തിഹ, സൂറ ബഖറ എന്നീ 2 സൂറത്തുകൾ, പിന്നീട് സൂറത്ത് യൂനുസ് മുതൽ സൂറാൻ കബൂത്ത് വരെ, അതായത് 10ാമത്തെ സൂറത്ത് മുതൽ 29ാമത്തെ സൂറത്ത് വരെ, പിന്നീട് ഇടയിലുള്ള ചില അധ്യായങ്ങൾ എഴുതിയിട്ടില്ല, ചിലത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിനുശേഷം സൂറത്ത് നബാ മുതൽ സൂറത്ത് നിസാ വരെയാണ്. 12 दोबारा प्रिंट हो रही है. इंशाअल्लाह ताला आ जाएगी मंजर यहाँ पे. ചുരുക്കത്തിൽ 59 സൂറത്തുകളുടെ തഫ്സീറുകളാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഈ തഫ്സീറുകൾ ഏകദേശം 6,000 പേജോളം വരുന്നു. വളരെ ചെറിയ എഴുത്തുകളാണ്. ഇന്നത്തെ രീതിയിൽ എഴുതുകയാണെങ്കിൽ 10-12,000 പേജുകളിൽ കുറയാതെ വരുന്നതാണ്. എന്തായാലും ഇത് റീപ്രിന്റ് ചെയ്യുന്നുണ്ട്. ഉടൻ തന്നെ അത് എല്ലാവരുടെയും മുന്നിൽ വരുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്.
വിശുദ്ധ ഖുർആനിൽ മൊത്തം 114 അധ്യായങ്ങളിൽ 55 അധ്യായങ്ങൾ ഈ തഫ്സീറുകളിൽ ഉൾപ്പെട്ടിട്ടില്ല. അതുപോലെ പദ്യത്തിൽ 10 ഗ്രന്ഥങ്ങളും റിസാലകളും ആത്മീയതയും ഇസ്ലാമിക സ്വഭാവ ഗുണങ്ങളും ഇസ്ലാമിക വിശ്വാസ സംഹിതകളിലും 31 ഗ്രന്ഥങ്ങളും റിസാലകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ജീവചരിത്രത്തിൽ 13 ഗ്രന്ഥങ്ങളും റിസാലകളും രചിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ 4 ഗ്രന്ഥങ്ങളും റിസാലകളും രചിച്ചിട്ടുണ്ട്. കർമ്മശാസ്ത്രത്തിൽ 3 ഗ്രന്ഥങ്ങളും റിസാലകളും രചിച്ചിട്ടുണ്ട്. ഇന്ത്യ വിഭജനത്തിന് മുമ്പുള്ള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് 25 ഗ്രന്ഥങ്ങളും റിസാലകളും രചിച്ചു. ഇന്ത്യ വിഭജനവും പാക് രൂപീകരണത്തിന് ശേഷവുമുള്ള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് 9 ഗ്രന്ഥങ്ങളും റിസാലകളും രചിച്ചു. കശ്മീർ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് 15 ഗ്രന്ഥങ്ങളും റിസാലകളും രചിച്ചു. പിന്നീട് അഹമ്മദിയ ജമാഅത്തിന്റെ സവിശേഷമായ പദ്ധതികളെ സംബന്ധിച്ച് ഏകദേശം 100 ഗ്രന്ഥങ്ങളും റിസാലകളും രചിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തഫ്സീറുകൾ തന്നെ 100 കണക്കിനുണ്ട്. ഏകദേശം 800 മുകളിലാണ് അതിന്റെ കണക്ക് വരുന്നത്. ഖലീഫ സാലിസ് പറയുന്നു, അവൻ ആന്തരികവും ബാഹ്യവുമായ ജ്ഞാനങ്ങളാൽ നിറക്കപ്പെടുമെന്ന് പറഞ്ഞതിൽ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ ആന്തരികമായ ജ്ഞാനങ്ങളും കാണപ്പെടുന്നു, ബാഹ്യമായ ജ്ഞാനങ്ങളും കാണപ്പെടുന്നു. രസകരമായതെന്നാൽ അദ്ദേഹം ഒരു ഗ്രന്ഥമോ റിസാലയോ എഴുതുമ്പോഴെല്ലാം എല്ലാവരും തന്നെ പറയുന്നത് ഇതിനേക്കാൾ ഉത്തമമായത് എഴുതാൻ സാധിക്കില്ല എന്നാണ്. രാഷ്ട്രീയത്തിൽ അദ്ദേഹം നേതൃത്വം ഏറ്റെടുത്തപ്പോഴും അദ്ദേഹം രാഷ്ട്രീയക്കാർക്ക് അഭിപ്രായ നിർദ്ദേശങ്ങൾ നൽകിയപ്പോഴും വലിയ വലിയ ശത്രുക്കൾ വരെ അദ്ദേഹത്തിന്റെ സമാനതകളില്ലാത്ത കഴിവുകളെ അംഗീകരിക്കുന്നതിൽ നിർബന്ധിതരായിട്ടുണ്ട്. എന്തായാലും ഹുസൂറിന്റെ ആന്തരികവും ബാഹ്യമായ വിജ്ഞാനങ്ങളാൽ നിറക്കപ്പെടുമെന്നതിന് വളരെ ഗഹനമായ വിശദീകരണങ്ങളാണുള്ളത്. അതിൽ 1000-ൽ 1 പങ്ക് പോലും നമുക്ക് എത്താൻ സാധിക്കുകയില്ല. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് പറഞ്ഞതുപോലെ തഫ്സീറുകൾ തന്നെ ഹദ്റത്ത് മസീഹ് മൗഊദിന്റെ ഉന്നതമായ സ്ഥാനത്തെ അംഗീകരിപ്പിക്കുവാൻ മതിയായതാണ്. തീർച്ചയായും ഈ തഫ്സീറുകളിൽ വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാനുള്ള പുതിയ രീതിയും അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ഗഹനമായ രഹസ്യങ്ങളും തുറന്നിട്ടുണ്ട്. അത് എന്നേക്കും ഹദ്റത്ത് മസീഹ് മൗഊദിന്റെ പങ്കായി നിലകൊള്ളുന്നതാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ തഫ്സീറുകളെ സംബന്ധിച്ച് അന്യരുടെ അഭിപ്രായങ്ങൾ സമർപ്പിക്കുന്നതാണ്. അല്ലാമ നിയാസ് ഫത്തേപുരി സാഹിബ് ഹദ്റത്ത് മസീഹ് മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിന് തന്റെ ഒരു കത്തിൽ ഇപ്രകാരം എഴുതുന്നു: പറയുന്നു, തഫ്സീറെ കബീറിന്റെ 3-ാം വാള്യമാണ് ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഗഹനമായാണ് ഞാനിത് വായിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പുതിയൊരു ചിന്താസരണി ഇദ്ദേഹം വെട്ടിത്തുറന്നിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. ഈ രീതിയിലുള്ള ആദ്യത്തെ തഫ്സീറാണിത്. ഇഫ്തിയെയും പ്രമാണത്തെയും വളരെ സുന്ദരമായ രീതിയിൽ ഇതിൽ സമർപ്പിച്ചിരിക്കുന്നു. താങ്കളുടെ വൈജ്ഞാനികമായ കഴിവും ഉൾക്കാഴ്ചയും അസാധാരണമായ ദീർഘദൃഷ്ടിയും ഓരോ കാര്യങ്ങളും ഭംഗിയായി തെളിയിക്കുവാനുള്ള കഴിവും ഇതിലെ ഓരോ വാക്കിൽ നിന്നും പ്രകടമാണ്. ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ഇതുവരെ ഞാൻ എന്തേ അറിയാതെ പോയി എന്നതിൽ ദുഃഖിക്കുന്നു. എനിക്ക് എല്ലാ വാള്യങ്ങളും കിട്ടിയിരുന്നെങ്കിൽ. ഇന്നലെ ഞാൻ സൂറ ഹൂദിന്റെ വ്യാഖ്യാനമാണ് വായിച്ചിരുന്നത്. അതിൽ ഹദ്റത്ത് ഹൂദ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാട് വായിച്ചപ്പോൾ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ കത്തെഴുതാൻ ഞാൻ നിർബന്ധിതനായത്. ഹൗലായി ബനാത്തി എന്നതിന്റെ വ്യാഖ്യാനം എഴുതിക്കൊണ്ട് മറ്റ് വ്യാഖ്യാതാക്കളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് താങ്കൾ സമർപ്പിക്കുകയുണ്ടായി. ഇതിനെ എത്രമാത്രം പ്രശംസിച്ചാലും മതിയാവുകയില്ല. അള്ളാഹു താങ്കൾക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. അദ്ദേഹം അങ്ങനെ ദുആ ചെയ്യുന്നു. വീണ്ടും അല്ലാമ നിയാസ് ഫത്തേപുരി സാഹിബ് തന്നെ തന്റെ മറ്റൊരു കത്തിൽ എഴുതുന്നു: തഫ്സീറെ കബീർ തുടർച്ചയായി ഞാൻ വായിച്ചുകൊണ്ടിരുന്നു. രാത്രി നിർബന്ധമായും ഞാനത് നോക്കാറുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നത് വളരെ വിശദീകരണാർഹമായ കാര്യമാണ്. എന്നാൽ ചുരുക്കത്തിൽ ഇത്രയും മനസ്സിലാക്കുക: ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യ മനസ്സിനെ വലിയൊരളവ് വരെ തൃപ്തിപ്പെടുത്താൻ തക്കവണ്ണമുള്ള ആദ്യത്തെ ഉറുദു തഫ്സീറാണിത്. താങ്കളുടെ ജമാഅത്ത് ഈ തഫ്സീർ മുഖേന ചെയ്തു വരുന്ന ഇസ്ലാമിക സേവനങ്ങളെ തങ്ങളുടെ ശത്രുക്കൾക്ക് പോലും നിരാകരിക്കാൻ കഴിയാത്ത വിധം മഹത്തരമായതാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. साबिक सदर शोबा फारसी पटना कॉलेज की तफसीर के बारे में अपना एक चश्मदीद वाक़या बयान करते हैं. कहते हैं कि मैंने यके बाद दीगरे खलीफत मसीह सानी की
അഖ്തർ സാഹിബ് MS, പ്രസിഡന്റ് ഉറുദു ഡിപ്പാർട്ട്മെന്റ് പട്ന യൂണിവേഴ്സിറ്റി, പ്രൊഫസർ അബ്ദുൽ മന്നാൻ ബേദൽ സാഹിബ്, മുൻ പ്രസിഡന്റ് साबिक सदर പാർസി ഡിപ്പാർട്ട്മെന്റ് പട്ന കോളേജിന്റെ തഫ്സീറിനെ കുറിച്ച് താൻ ദൃക്സാക്ഷിയായ ഒരു സംഭവത്തെ വിവരിക്കുന്നു. പറയുന്നു, ഞാൻ ഒന്നിനു ശേഷം ഒന്നായിക്കൊണ്ട് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ തഫ്സീറിന്റെ ചില വാള്യങ്ങൾ പ്രൊഫസർ അബ്ദുൽ മന്നാൻ സാഹിബ് ബേദിൽ, तफसीर की बात जल्द മുൻ പ്രസിഡന്റ് പാർസി ഡിപ്പാർട്ട്മെന്റ് പട്ന കോളേജ്, അദ്ദേഹം ഇപ്പോൾ സക്കീന കോളേജ് പാട്നയിലെ പ്രിൻസിപ്പലാണ്, അദ്ദേഹത്തിന് സമർപ്പിച്ചു. അദ്ദേഹം ഈ തഫ്സീറുകൾ വായിച്ച് എത്രത്തോളം സ്വാധീനിക്കപ്പെട്ടുവെന്നാൽ അദ്ദേഹം മദ്രസ അറബിയ ഷംസുൽ ഹുദ പട്നയിലെ ഷേഖുകൾക്കും തഫ്സീറിന്റെ ചില വാള്യങ്ങൾ വായിക്കാനായി നൽകി. ഒരിക്കൽ അദ്ദേഹം ഈ ഷേഖുകളെ വിളിച്ച് के बाद इनमें से एक ने कहा ഈ തഫ്സീറുകളെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായം ആരാഞ്ഞു. അതിലൊരു ഷേഖ് പറഞ്ഞു, ഫാർസി തഫ്സീറുകളിൽ ഇതുപോലുള്ള തഫ്സീറുകൾ ലഭ്യമല്ല. പ്രൊഫസർ അബ്ദുൽ മന്നാൻ സാഹിബ് ചോദിച്ചു, അറബി തഫ്സീറുകളെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? ഷേഖുമാർ മൗനം അവലംബിച്ചു. അല്പസമയത്തിനു ശേഷം അവരിൽ ഒരാൾ പറഞ്ഞു, പട്നയിൽ എല്ലാ അറബി തഫ്സീറുകളും ലഭ്യമല്ല. മിസ്റിലെയും സിറിയയിലെയും എല്ലാ തഫ്സീറുകളും വായിച്ചതിനു ശേഷം മാത്രമേ ശരിയായ ഒരു അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ. പ്രൊഫസർ സാഹിബ് പുരാതന അറബി തഫ്സീറുകളെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് പറഞ്ഞു, मबहूत रह गए। മിർസ മെഹ്മൂദിന്റെ തഫ്സീറുകളുടെ നിലവാരത്തിലുള്ള ഒരു തഫ്സീർ പോലും ഒരു ഭാഷയിലും ലഭ്യമല്ല. നിങ്ങൾ നൂതനമായ തഫ്സീറുകളും മിസ്റിൽ നിന്നും സിറിയയിൽ നിന്നും വരുത്തി നോക്കുക. പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം എന്നോട് സംസാരിക്കുക. അറബി ഫാർസി ഭാഷയിലെ ആ പണ്ഡിതന്മാർ ഇത് കേട്ട് വായടിച്ചിരുന്നു പോയി. सिद्ध के जदीद के एडिटर പിന്നീട് സയ്യദ് ജാഫർ ഹുസൈൻ സാബ് അഡ്വക്കേറ്റ് ആദ്യം സംക്ഷിപ്തമായ രീതിയിലും പിന്നീട് വിശദീകരിച്ചുകൊണ്ട് ഒരു ലേഖനമായും സിദ്ദ് ജദീദ് പത്രത്തിന് അയച്ചു കൊടുത്തു. അതിൽ അദ്ദേഹം സിദ്ദ് ജദീദിന്റെ എഡിറ്ററിന് അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതുന്നു परसों की तकरीरों के इक्तबासात थे और इल्जाम എഴുതുന്നു ദാറുസ്സലാം നേടിയെടുക്കുന്നതിനുള്ള പരിശ്രമത്തിനിടയിൽ എന്നെ ജയിലിലടച്ചപ്പോൾ മൂന്നാമത്തെ ദിവസം എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ ലിഖിത രൂപത്തിൽ എനിക്ക് നൽകപ്പെട്ടു. അതിൽ എന്റെ കഴിഞ്ഞ 3-4 വർഷത്തെ പ്രഭാഷണങ്ങളുടെ ഉദ്ധരണികൾ ഉണ്ടായിരുന്നു. से कुछ ऐसा ही मफहूम ഞാൻ ഇന്ത്യയുടെ ഭരണത്തെ തകടം മറിച്ചുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതായിരുന്നു എനിക്കെതിരിൽ ആരോപിക്കപ്പെട്ട കുറ്റം. रास्ते का पता न था। मुसलमानों की अंजुमन इत्तेहादुल मुस्लिमीन हो या कोई और जमात എനിക്ക് ആശ്ചര്യം തോന്നി. എന്നെ പോലെ എളിയ വ്യക്തിയുടെ മേൽ ഇത്രയും പർവ്വത സമാനമായ ആക്ഷേപമോ എന്ന്. എന്നാൽ എന്റെ പ്രസംഗത്തിൽ ഏകദേശം ഇതേ വിഷയമാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് എനിക്ക് സാവധാനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ താങ്കളോട് അപേക്ഷിച്ചിരുന്നു. ഞാൻ വഴിതെറ്റിയ ഒരു യാത്രക്കാരനായിരുന്നു. ലക്ഷ്യം ഉന്നതമായിരുന്നെങ്കിലും വഴി അറിയാത്തവനായിരുന്നു. മുസ്ലിങ്ങളുടെ അഞ്ചമൻ ഇത്തിഹാദുൽ മുസ്ലിമീനോ മറ്റ് ഏത് ജമാഅത്തുകളോ ആയിക്കൊള്ളട്ടെ, എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയാണ്. പറയുന്നു, അതിനുശേഷം രണ്ടാമത്തെ ദിവസം ഞാൻ എന്റെ ഒരു സുഹൃത്ത് ജയിലിൽ വെച്ച് നൽകിയ തഫ്സീർ കബീർ അതയാൾ കൂടെ കൊണ്ടുവന്നതായിരുന്നു. അത് ഞാൻ വായിക്കാൻ തുടങ്ങി. എനിക്ക് ഈ തഫ്സീറിൽ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിനെ കാണാൻ സാധിച്ചു. ഇദ്ദേഹം അഹമ്മദിയായിരുന്നില്ല. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നതെല്ലാം അതിൽ ഉണ്ടായിരുന്നു. തഫ്സീർ കബീർ വായനയിലൂടെ ഞാൻ ആദ്യമായി ഖുർആനെ മനസ്സിലാക്കാൻ തുടങ്ങി. यकीन दिलाता हूँ कि मेरी सजदा की जमीन आंसुओं से तर हो जाती थी। मुझे यकीन അദ്ദേഹം എഴുതുന്നു, कबूल हुई क्योंकि താങ്കൾ പ്രസിദ്ധീകരിച്ചതുപോലെ എന്റെ ലക്ഷ്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ ഉലമാക്കളും പ്രക്ഷുബ്ധമാക്കി വച്ചിരിക്കുന്ന അഹമ്മദിയത്തിൽ പ്രവേശിക്കുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. എന്നാൽ സത്യം വെളിപ്പെട്ടതിനു ശേഷം ഇവിടെ അപകടത്തെക്കുറിച്ചുള്ള ഒരു വേവലാതിയും ആർക്കുമില്ല. അങ്ങനെ സുജൂദിൽ വീണുകൊണ്ട് ഞാൻ രാപ്പകൽ ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്ക് നേരായ മാർഗം കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. ആ അവസ്ഥയിൽ പല മാസങ്ങളും കടന്നുപോയി. ഞാൻ സുജൂദ് ചെയ്യുന്ന സ്ഥലം കണ്ണീരുകൊണ്ട് നിറയുമായിരുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ ദുആകൾ സ്വീകരിക്കുമെന്ന് എനിക്ക് ദൃഢവിശ്വാസമുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അഹമ്മദിയത്ത് സത്യമാണെന്ന് വിശ്വസിക്കുന്നതിൽ ഞാൻ ഉറച്ചു നിന്നിരുന്നു. हुकाम जेल അങ്ങനെ ഖാദിയാനിൽ ഹദരത്ത് മിർസ വസീം അഹമ്മദ് സാഹിബിന്റെ സവിധത്തിൽ കത്ത് മുഖേന ഞാൻ ബയ്യത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് അപേക്ഷിച്ചു. जमात है, ये इंडिया के हैदराबाद है। പറയുന്നു, എന്റെ തടവിന്റെ വലിയ പങ്കും സിക്കന്ദരാബാദ് ജയിലിലാണ് കഴിഞ്ഞത്. അവിടത്തെ ജയിലർ ഒരു മുസ്ലിമും അറിവുള്ള വ്യക്തിയുമായിരുന്നു. തടവുകാരുടെ എഴുത്തുകത്തുകളെ കുറിച്ച് അവർക്ക് അറിവ് ലഭിക്കുമായിരുന്നു. എന്നാൽ അവരുടെ ഒപ്പോൾ കൂടി മാത്രമേ തടവുകാരുടെ കത്തുകൾ അയക്കാൻ ഏൽപ്പിക്കാറുള്ളായിരുന്നു. मुझे पहरेदारों के सिवा मुझसे कोई ना मिल सकता था। इन ഒരു നല്ല കാര്യമല്ല എന്നറിഞ്ഞിട്ടും കൂടി ധൈര്യമില്ലാത്തത് കാരണം ഞാൻ കാദിയാനിലേക്ക് അയക്കുന്ന കത്തുകളെ സംബന്ധിച്ച് खत का ध्यान से മേലധികാരികൾ അറിയരുത് എന്ന് ആഗ്രഹിച്ചിരുന്നു. മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ जब का ഹൈദരാബാദ് വളരെ ഹൃദയഹാരിയായ ഒരു ജമാഅത്തായിരുന്നു. ഇത് ഇന്ത്യയിലെ ഹൈദരാബാദാണ്. ജയിൽ ജീവനക്കാരിൽ ഭൂരിപക്ഷവും ഏതുവരെയെന്നാൽ ജയിലിലെ എല്ലാ തടവുകാരും തന്നെ എന്നെ വളരെയധികം സ്നേഹിക്കുകയും ആദരവോടെ പെരുമാറുകയും ചെയ്തിരുന്നു. गुफ्तगू की ഈ സംഘടനയുടെ കാരണത്താൽ പറയുന്നു, കാവൽക്കാരെ കൂടാതെ
മറ്റാർക്കും എന്നെ കാണാൻ സാധിക്കില്ലായിരുന്നു. അക്കാരണത്താൽ മേലധികാരികൾ അറിയാതെ തന്നെ എന്റെ കത്തുകൾ കാദിയാനിലേക്ക് പോസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. എന്നാൽ കാദിയാനിൽ നിന്നും വരുന്ന കത്തുകൾ അത് ഏതവസ്ഥയിലും ജയിലറുടെ അറിവിൽ വരേണ്ടത് അനിവാര്യമായിരുന്നു. കാദിയാനിൽ നിന്നും ബയ്യത്ത് ഫോറം വന്നപ്പോൾ ജയിലിൽ വലിയ കോലാഹലങ്ങളുണ്ടായി. രഹസ്യം പരസ്യമായി. അവസാനം ജയിലറിന്റെ അടുത്ത് വന്നു. എന്റെ കത്തും ബയ്യത്ത് ഫോറത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. എന്നോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. താങ്കൾ എന്താണ് ചെയ്യുന്നത്? ഖുറാന്റെ ഈ തഫ്സീറുകളെ ഉപേക്ഷിക്കുക. ഞാൻ താങ്കൾക്ക് മൗലാന അബുൽ കലാം ആസാദിന്റെയും മൗലാന മോദിയുടെയും തഫ്സീറെ ഖുറാൻ നൽകുന്നതാണ്. അങ്ങനെ താങ്കളുടെ ചിന്താഗതികൾ നേരെയാകുന്നതാണ്. അങ്ങനെ അദ്ദേഹം ഈ 2 തഫ്സീറുകളും എനിക്ക് നൽകി. യഥാർത്ഥത്തിൽ അവ പരിഭാഷയായിരുന്നു. ചിലയിടങ്ങളിൽ മാത്രമേ തഫ്സീറുകൾ ഉണ്ടായിരുന്നുള്ളൂ. ബയ്യത്ത് ഫോറം പൂരിപ്പിച്ചയക്കുന്നതിന് മുമ്പ് ഞാൻ ഈ 2 തഫ്സീറുകളും വായിച്ചു. തഫ്സീറെ കബീറിന്റെ വിദ്യാർത്ഥിയായ കാരണത്താൽ മറ്റ് തഫ്സീറുകളുടെ തെറ്റ് മനസ്സിലാക്കുന്നതിനുള്ള ആർജവം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജയിലർ സാഹിബിനെ വിളിപ്പിച്ചു. ഈ 2 തഫ്സീറുകളിലും ഏതെല്ലാം സ്ഥലത്താണ് അപൂർണതയുള്ളതെന്നും എവിടെയെല്ലാം അർത്ഥത്തിൽ തെറ്റുണ്ടെന്നും എവിടെയെല്ലാം വിശദീകരണത്തിൽ പാളിച്ചുകളുണ്ടെന്നും കാണിച്ചു കൊടുത്തു. തഫ്സീറെ കബീറിൽ ഖുർആന്റെ വ്യാകരണവുമുള്ള കാരണത്താൽ എനിക്ക് അതിൽ എളുപ്പത്തിൽ സാധിച്ചു. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, പരിശുദ്ധരായ ആളുകൾക്ക് മാത്രമേ ഖുർആന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പറയുന്നു, ഈ വിശദീകരണം ഞാൻ എഴുതാൻ കാരണം ഞാൻ ബയ്യത്ത് ചെയ്യുന്നതിൽ ധൃതി കാണിച്ചു എന്ന് എന്റെ മേൽ ആക്ഷേപം വരാതിരിക്കാനാണ്. ഞാൻ മറ്റുള്ളവരുടെ തഫ്സീറുകളും വായിച്ചു, പിന്നീട് തഫ്സീറെ കബീറും വായിച്ചു. രണ്ടും തുലനം ചെയ്തു നോക്കിയപ്പോൾ എനിക്കിത് ശരിയാണെന്ന് മനസ്സിലായി. പറയുന്നു, ബയ്യത്ത് ഫോറം അയച്ചതിനു ശേഷം ഞാൻ ദുആയിൽ മുഴുകിയിരുന്നു. എന്റെ ബയ്യത്ത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ ഊഹം തെറ്റിയില്ല. എന്റെ ബയ്യത്ത് സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഉസൂർ ഖലീഫ സാഹിബ് പറഞ്ഞു, ഒരു അഹമ്മദി മുസ്ലിമിന്റെ കടമ എന്നത് ആ സമയത്തെ ഭരണകൂടത്തോടും ആത്മാർത്ഥതയുള്ളവനായിരിക്കുക എന്നതാണ്. നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യേണ്ടതാണ്. ഞാൻ മറുപടിയായി എഴുതി, ഉസൂറിന്റെ തഫ്സീറിൽ ഈ മുഴുവൻ വിവരങ്ങളും എന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ളതാണ്. കുറച്ചു ദിവസത്തിനു ശേഷം കാദിയാനിൽ നിന്നും എന്റെ ബയ്യത്ത് സ്വീകരിച്ചു എന്ന അറിയിപ്പ് എനിക്ക് ലഭിച്ചു. അപ്പോൾ തന്നെ ഞാൻ സുജൂദിൽ വീണു. പറയുന്നു, തഫ്സീറെ കബീറിൽ ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്, ഖലീഫ മുസ്ലിഹ് മൗഊദ് തടവുകാർക്ക് മോചനത്തിനുള്ള വഴികൾ തുറക്കുമെന്ന്. അദ്ദേഹം അപ്പോഴും ജയിലിൽ തന്നെയായിരുന്നു. ഞാൻ ഉസൂറിനോട് അപേക്ഷിച്ചു, എന്റെ വിടുതലിന് വേണ്ടി താങ്കൾ ദുആ ചെയ്താലും. ഉസൂർ ഖലീഫ സാഹിബ്, അള്ളാഹു താങ്കൾക്ക് വിടുതലിനുള്ള സാമഗ്രികൾ ഒരുക്കട്ടെ എന്ന് ദുആ ചെയ്തു. അതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഞാൻ സ്വതന്ത്രനായി. അങ്ങനെ വാഗ്ദത്ത ഖലീഫയെ കുറിച്ചുള്ള ഈ പ്രവചനം, അതായത് അദ്ദേഹം തടവുകാർക്ക് വിടുതലിനുള്ള കാരണമാകുമെന്നതിന് ഞാൻ ജീവിച്ചിരിക്കുന്നൊരു തെളിവാണ്. അതുപോലെ യൂറോപ്യൻ തത്വചിന്തകരുണ്ട്. അതിൽ യൂറോപ്പിലെയും അമേരിക്കയിലെയും ധാരാളം ചിന്തകരുടെ ഉദാഹരണങ്ങളുണ്ട്. ഒരു ഉദാഹരണം ഞാൻ സമർപ്പിക്കുകയാണ്. എ ജെ ഹാർബറി ബ്രിട്ടനിലെ ചരിത്രകാരനാണ്. അറബി, ഫാർസി, ഇസ്ലാം എന്നിവയിൽ അഗാധമായ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. പറയുന്നു, വിശുദ്ധ ഖുർആന്റെ ഈ പുതിയ തർജ്ജമയും തഫ്സീറും വളരെ ഉന്നതമായ ഒരു പ്രവർത്തനമാണ്. ഇദ്ദേഹം 5 വോള്യൂംസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ വാല്യം ഈ പ്രവർത്തനത്തിന്റെ ഒന്നാമത്തെ പടമാണ്. ഏകദേശം 15 വർഷം മുമ്പാണ് അഹമ്മദിയ ജമാഅത്തിന്റെ ഗവേഷകരായ പണ്ഡിതന്മാർ ഈ ജോലി ആരംഭിച്ചത്. അദൽ മിർസ ബഷീറുദ്ദീൻ മെഹ്മൂദ് അഹമ്മദിന്റെ മേൽനോട്ടത്തിലും പ്രോത്സാഹനത്തിലും ഈ ജോലി തുറന്നുകൊണ്ടിരിക്കുന്നു. ഈ ജോലി വളരെ മഹത്വമറിയിക്കുന്ന ഒന്നായിരുന്നു. അതായത് വിശുദ്ധ ഖുർആൻ വചനങ്ങൾക്കൊപ്പം തന്നെ അതിന്റെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് അർത്ഥം നൽകുന്നതിനോടൊപ്പം തന്നെ ഓരോ ആയത്തുകളോടും ചേർന്ന് തഫ്സീറുകളും ഉൾക്കൊള്ളുന്ന എഡിഷൻ പ്രസിദ്ധീകരിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു. ഇപ്പോൾ മുമ്പിലുള്ള ഒന്നാമത്തെ വാള്യം വിശുദ്ധ ഖുർആന്റെ ആദ്യത്തെ 9 സൂറത്തുകൾ അടങ്ങിയതാണ്. ഇതിന്റെ പ്രാരംഭത്തിൽ സുദീർഘമായ ഒരു ആമുഖമുണ്ട്. അത് സ്വയം ഹദരത്ത് മിർസ ബഷീറുദ്ദീൻ മെഹ്മൂദ് അഹമ്മദ് രചിച്ചിട്ടുള്ളതാണ്. ഈ ആമുഖത്തിൽ ഹദരത്ത് സാഹിബ് എഴുതുന്നു, ഈ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അഹമ്മദിയ ജമാഅത്തിന്റെ സ്ഥാപകർ തന്റെ ഗ്രന്ഥങ്ങളിലും പ്രഭാഷണങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുള്ള വൈജ്ഞാനിക തത്വങ്ങളും അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഖലീഫയും 2ാം ഖലീഫയും സ്വയം നൽകിയിട്ടുള്ള വിശദീകരണങ്ങളുമാണ്. ആയതിനാൽ ഇത് അഹമ്മദിയ ജമാഅത്തിന്റെ ഖുർആനിയ വിജ്ഞാനങ്ങളുടെ ശരിയായ വിശദീകരണമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. डॉक्टर अनस साहब हैं, वो कहते हैं हक और नूर की तलाश में मुख्तलिफ उलमा की कुतुब और तफासीर पढ़ी, जिनमें सुल्तानुल आरिफीन मुहियुद्दीन इब्न अरबी और मोहम्मद बिन अली अल हातमी अत्ताई. ഇത് മാത്രമല്ല ധാരാളം സംഭവങ്ങൾ വേറെയുമുണ്ട്. അറബികളിൽ നിന്നും സിറിയയിലെ ഡോക്ടർ അനസ് സാഹിബ് അദ്ദേഹം പറയുന്നു,
സത്യത്തിന്റെയും പ്രകാശത്തിന്റെയും അന്വേഷണത്തിൽ വ്യത്യസ്തരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളും തഫ്സീറുകളും ഞാൻ വായിച്ചു. അതിൽ സുൽത്താനുൽ ആരിഫൈൻ, മൊഹീദ്ദീൻ ഇബ്നു അറബി, മുഹമ്മദ് ബിൻ അലി അൽ ഹാക്കിമി അത്തായി എന്നിവരുടെ തഫ്സീറുകളും ഉൾപ്പെടുന്നു. എന്നാൽ ഒരു തഫ്സീറിലും തന്നെ ഹദ്റത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദിന്റെ തഫ്സീറുകളിലുള്ള സവിശേഷതകളും മനോഹാരിതയും ആനന്ദവും ലഭ്യമായിരുന്നില്ല. ഞാൻ എന്റെ ശരീരവും ആത്മാവും മുഖേന പ്രാപ്യമാകുന്ന കശ്ഫുകളുടെ അന്വേഷകനായിരുന്നു. പിന്നീട് ജമാഅത്തിന്റെ വെബ്സൈറ്റിലുള്ള തഫ്സീർ കബീർ വായിച്ചപ്പോൾ അഹമ്മദികൾ പ്രകാശവും സത്യവുമുള്ളവരാണെന്ന് മനസ്സിലായി. അത് എന്റെ ഹൃദയത്തെ ആകർഷിച്ചു. മറാക്കിഷിലെ ജമാൽ സാഹിബ് എഴുതുന്നു, അദ്ദേഹത്തിന്റെ സുദീർഘമായ കത്തിടപാടുകൾ ഖലീഫത്തുൽ മസീഹ് റാബിയോടൊപ്പം നടന്നുകൊണ്ടിരുന്നു. പറയുന്നു, ഈ കാലഘട്ടത്തിൽ കത്തിടപാടുകൾ നടന്ന കാലഘട്ടത്തിൽ എനിക്ക് മർക്കസിൽ നിന്നും തഫ്സീർ കബീർ വാള്യം 1 പരിഭാഷ ഉപഹാരമായി നൽകപ്പെട്ടു. ഞാൻ ഈ തഫ്സീറുകൾ വായിച്ച് മറ്റു തഫ്സീറുകളുമായി തുലനം ചെയ്തു നോക്കിയപ്പോൾ അതിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള അന്തരമുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ഇവിടെ ദൈവിക ജ്ഞാനത്തിന്റെയും തത്വസംഹിതയുടെയും വിഷയങ്ങളും ശരീഅത്തിന്റെ കഴമ്പിന്റെ ചുരുക്കവുമാണെങ്കിൽ മറ്റ് തഫ്സീറുകളിൽ വെറും തൊലിയിൽ തൃപ്തി അടഞ്ഞതായി കാണാൻ കഴിഞ്ഞു. ഈ തഫ്സീറിന്റെ വായന എന്റെ ഹൃദയത്തിൽ എന്റെ ആത്മാവിന്റെ അന്തരാളങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഇസ്ലാമിന്റെ മനോഹരമായ ദൃശ്യം കാഴ്ചവെച്ചു. പിന്നീട് ഹദ്റത്ത് മസീഹ് മഊദ് അൻഹു തന്റെ പ്രഭാഷണങ്ങൾ മറ്റുള്ളവരെ ചെലുത്തിയ സ്വാധീനം അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക പാണ്ഡിത്യത്തെ അംഗീകരിപ്പിക്കുന്നു. അതിന്റെ ഏതാനും ചില ഉദാഹരണങ്ങൾ ഞാൻ സമർപ്പിക്കുന്നതാണ്. സയ്യിദ്ന ഹദ്റത്ത് മസീഹ് മഊദ് പഞ്ചാബിലെ ലിറ്റററി ലീഗിന്റെ നിർദ്ദേശപ്രകാരം അതിലെ ചില നേതാക്കൾ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടവരായിരുന്നു. ലാഹോറിൽ 2 ലെക്ചറുകൾ നടത്തണമെന്ന് അംഗീകരിച്ചു. അതനുസരിച്ച് ഹുസൂറിന്റെ ആദ്യത്തെ ലെക്ചർ ലോക ഭാഷകളിൽ അറബി ഭാഷയ്ക്കുള്ള സ്ഥാനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയതായിരുന്നു. അങ്ങനെ മെയ് 31, 1934 YMCA ഹാൾ മാൾ റോഡ് ലാഹോറിൽ ഈ പ്രഭാഷണം ആരംഭിച്ചു. അധ്യക്ഷൻ ഡോക്ടർ ബർക്കത്ത് അലി സാഹിബ് ഖുറേഷി MA PhD പ്രിൻസിപ്പൽ ഇസ്ലാമിയ കോളേജ് ആയിരുന്നു. ഹുസൂറിന്റെ പ്രഭാഷണം 1.5 മണിക്കൂറോളം നീണ്ടുനിന്നു. ശ്രോതാക്കൾ അത് ഒരു അബോധാവസ്ഥയിൽ എന്ന പോലെ ശ്രവിച്ചുകൊണ്ടിരുന്നു. അവസാനം അധ്യക്ഷൻ നന്ദി രേഖപ്പെടുത്തിയതിനു ശേഷം ശ്രോതാക്കളോട് ലെക്ചറിൽ നിന്ന് പ്രയോജനമെടുക്കുവാൻ ആവശ്യപ്പെട്ടു. മാത്രമല്ല, ഈ രീതിയിലുള്ള വൈജ്ഞാനികമായ പ്രഭാഷണങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാൻ ഞാൻ കൊതിക്കുന്നു എന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ശ്രോതാക്കളിൽ എല്ലാ വൈജ്ഞാനിക മേഖലകളുമായി ബന്ധമുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു. ലാലാ കമൽ സിംഗ് സാഹിബ്, മുൻ ചീഫ് ജസ്റ്റിസ് കശ്മീർ ജനാബ് ലാലാ ഭീം സിംഗ് നായന്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഖലീഫത്തുൽ മസീഹ് സാനിയുടെയും അധ്യക്ഷന്റെയും പ്രസംഗത്തിന് ശേഷം തന്റെ നന്ദി പ്രകടനം എന്ന നിലയ്ക്ക് ഒരു ഇംഗ്ലീഷ് പ്രസംഗം വികാരനിർഭരനായി നടത്തി. പറയുന്നു, ഇന്ന് മാന്യ പ്രഭാഷകൻ അറബി ഭാഷയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഹൃദയഹാരിയും വൈജ്ഞാനികവുമായ പ്രഭാഷണം നിർവഹിച്ചത് കേട്ട് എനിക്കൊരുപാട് സന്തോഷം തോന്നി. പറയുന്നു, ഞാൻ ലെക്ചർ കേൾക്കാൻ വന്നപ്പോൾ ആ സമയത്ത് കരുതിയത് പഴയ രീതിയിലുള്ള ആളുകൾ അവതരിപ്പിക്കുന്ന പതിവ് ശൈലിയിൽ വിഷയം അവതരിപ്പിക്കുമെന്നാണ്. പറയുന്നു, പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്. ഒരറബിയോടൊരിക്കൽ അറബി ഭാഷയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, 3 കാരണങ്ങൾ കൊണ്ട് അറബി ഭാഷയ്ക്ക് ശ്രേഷ്ഠത ലഭിച്ചിരിക്കുന്നു. 1, ഞാൻ അറബിയാണ്, അതുകൊണ്ട് അറബി ഭാഷയ്ക്ക് ശ്രേഷ്ഠത ലഭിച്ചിരിക്കുന്നു. 2ാമത്തെ കാരണം വിശുദ്ധ ഖുർആന്റെ ഭാഷ അറബിയാണ് എന്നതാണ്. 3ാമത്തെ കാരണം സ്വർഗത്തിൽ അറബി ഭാഷ സംസാരിക്കപ്പെടുമെന്നതാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ കരുതി ഈ രീതിയിലുള്ള കാര്യങ്ങൾ അറബി ഭാഷയുടെ മഹാത്മ്യത്തെക്കുറിച്ച് പറയും എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ലെക്ചർ വളരെ പാണ്ഡിത്യമുള്ളതും തത്വജ്ഞാനപരവുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ലെക്ചറിന്റെ ഓരോ വാക്കുകളും പൂർണ്ണ ശ്രദ്ധയോടെ ശ്രമിച്ചുവെന്നും അതിൽ നിന്നും ഒരുപാട് പ്രയോജനമെടുത്തുവെന്നും ഈ ലെക്ചറിന്റെ സ്വാധീനം ദീർഘകാലം എന്നിൽ ഉണ്ടാകുമെന്നും ഞാൻ ഇന്ന് അദ്ദേഹത്തിന് ഉറപ്പ് നൽകുന്നു. ജനാബ് സയ്യദ് അബ്ദുൽ ഖാദിർ സാഹിബ് MA വൈസ് പ്രിൻസിപ്പൽ ഇസ്ലാമിയ കോളേജ് ലാഹോറിന്റെ അഭിപ്രായം, അദ്ദേഹം ചരിത്ര ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്നു. ഇസ്ലാമിയ കോളേജിൽ ഇസ്ലാമും കമ്മ്യൂണിസവും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നടത്തിയ പ്രഭാഷണത്തെ സൺറൈസ് ലാഹോർ പത്രത്തിൽ ഒരു നോട്ട് നൽകിയിരുന്നു. അതിന്റെ ഒരു ഭാഗം അദ്ദേഹം കേൾപ്പിക്കുന്നു. പറയുന്നു,
ഇസ്ലാമിന്റെ സമ്പദ് വ്യവസ്ഥയും കമ്മ്യൂണിസവും എന്ന വിഷയത്തിൽ जो मुझे सुनने का മിർസ ബഷീറുദ്ദീൻ മെഹമ്മൂദ് അഹമ്മദ് സാഹിബ് ഇമാം ജമാഅത്ത് അഹമ്മദിയയുടെ പ്രഭാഷണം കേൾക്കാനുള്ള സൗഭാഗ്യം എനിക്ക് ലഭിച്ചു. मालूमात था। मिर्जा साहिब खुदादाद काबिलियत के मालिक हैं और इस मौजू के हर ഈ ലക്ചറും അദ്ദേഹത്തിന്റെ ഞാൻ കേട്ടിട്ടുള്ള മറ്റ് പ്രഭാഷണങ്ങളെ പോലെ പണ്ഡിതോചിത ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്ന അറിവുകളാൽ അലങ്കൃതമായതും ആയിരുന്നു. इसको कदर की निगाह से देखते हुए इन पर तवज्जो करें। बैरूनी दुनिया में भी इस किताब की तकसीम की जरूरत है। उमूमन ये समझ लिया जाता है कि इस्लाम के इक़्तिसादी निज़ाम का नजरिया മിർസ സാഹിബ് ദൈവിക വരദാനത്തിന്റെ ഉടമസ്ഥനാണ്. ഈ വിഷയത്തിന്റെ ഓരോ ഭാഗത്തെക്കുറിച്ചും അദ്ദേഹത്തിന് ആഴമേറിയ ജ്ഞാനമുണ്ട്. ആകയാൽ बड़ा आलमा അദ്ദേഹത്തിന്റെ ചിന്തകളെ ആദരപുരസ്സരം കേട്ടുകൊണ്ട് അതിലേക്ക് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. तर्जुमा भी होगी। പുറം ലോകത്തും ഈ ഗ്രന്ഥത്തിന്റെ വിതരണം അനിവാര്യമാണ്. കാരണം പൊതുവിൽ ആളുകൾ മനസ്സിലാക്കുന്നത് ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മൗദൂദി സാഹിബാണ് സമർപ്പിച്ചത് എന്നാണ്. എന്നാൽ ഇതിനേക്കാളും ഒരുപാട് മുൻപ് തന്നെ ഹദ്റത്ത് മസീഹ് മൗഊദ് അൻഹു പണ്ഡിതോചിതമായ ശൈലിയിൽ ഈ പ്രഭാഷണം നിർവഹിച്ചിരുന്നു. അത് ഗ്രന്ഥരൂപത്തിൽ ലഭ്യമാണ്. ഇപ്പോൾ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. ഇംഗ്ലീഷ് അറിയാവുന്ന അഹമ്മദികൾ അത് വായിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ സാമ്പത്തിക ശാസ്ത്രത്തിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് നൽകുകയും ചെയ്യേണ്ടതാണ്. तरक्की कर रही है। जो तकरीर इस वक्त आप लोगों ने सुनी है इसके अंदर निहायत कीमती और नई അതുപോലെ ലാലാ രാംചന്ദ് മച്ചീന്ദ സാഹിബ് इस तकरीर से बहुत फायदा हुआ है। फिर कहते हैं कि ये मेरी ഒരു അധ്യക്ഷ പ്രസംഗത്തിൽ പറയുന്നു, कि इस्लाम ഇത്രയും മഹനീയമായ പ്രഭാഷണം കേൾക്കാൻ സാധിച്ചതിൽ ഞാൻ ഭാഗ്യവാനായി കരുതുന്നു. അഹമ്മദിയ പ്രസ്ഥാനം പുരോഗതി പ്രാപിക്കുന്നു എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അത് വ്യക്തമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. तमाम इंसानों में നിങ്ങളിപ്പോൾ കേട്ട പ്രഭാഷണത്തിൽ വളരെ അമൂല്യമായതും നവനവങ്ങളുമായ കാര്യങ്ങൾ ഉസൂത്തിരുവനസ് പറഞ്ഞു തരികയുണ്ടായി. എനിക്ക് ഈ പ്രഭാഷണത്തിൽ നിന്ന് ഒരുപാട് പ്രയോജനം ലഭിച്ചു. പറയുന്നു, ഇസ്ലാം അതിന്റെ നിയമസംഹിതയിൽ മുസ്ലിങ്ങളുടെ അവകാശം മാത്രമേ സംരക്ഷിക്കുന്നു എന്നും അമുസ്ലിങ്ങളെ और लाख लाख शुक्र ശ്രദ്ധിക്കുന്നില്ല എന്നും എനിക്ക് തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഹദ്റത്ത് ഇമാം ജമാഅത്തിന്റെ പ്രഭാഷണത്തിൽ നിന്ന് മനസ്സിലായത് ഇസ്ലാം എല്ലാ മതങ്ങളിലും സമഭാവനയുടെ അധ്യാപനമാണ് വച്ചു പുലർത്തുന്നത് എന്നെനിക്ക് മനസ്സിലായി. എനിക്കത് കേട്ട് സന്തോഷം തോന്നി. ഇതാണ് ഇസ്ലാമിന്റെ അധ്യാപനമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് अल्लाह ताला ഇസ്ലാമിനോട് അടുപ്പം പുലർത്തിക്കൂടാ എന്ന് ഞാൻ എന്റെ അമുസ്ലിം സുഹൃത്തുക്കളോട് ചോദിക്കുന്നതാണ്. പറയുന്നു, इल्म इरफान का जो खुदाना में दिया है इसको पढ़ने की ഹദ്റത്ത് ഇമാം ജമാഅത്തിന് തന്റെ വൈജ്ഞാനികമായ പ്രഭാഷണം മുഖേന ഞങ്ങൾക്ക് പകർന്നു തന്ന അറിവിന് ഞാൻ അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ലക്ഷോപലക്ഷം നന്ദി അറിയിക്കുന്നു. बताया है। ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു ഭാഗത്തിന്റെ, അതായത് അദ്ദേഹം ആന്തരികവും ബാഹ്യവുമായ ജ്ഞാനങ്ങളാൽ നിറയ്ക്കപ്പെടും എന്നതിന്റെ ചെറിയ ഉദാഹരണം മാത്രമാണ്. അല്ലാഹു തആല ഹദ്റത്ത് മസീഹ് മൗഊദ് അൻഹു നമുക്ക് നൽകിയിരിക്കുന്ന അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും ഖജനാവിൽ നിന്നും വായിച്ച് മനസ്സിലാകുന്നതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലെ സൂചികളിൽ നിന്നും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളുണ്ട്. അതിൽ നിന്നും പ്രയോജനമെടുക്കുന്നതിനും അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതിലൂടെ നമ്മുടെ അറിവ് ജ്ഞാനം വർദ്ധിപ്പിക്കുമാറാകട്ടെ. ആമീൻ. हजरत सारा बेगम साहिबा ഞാനിപ്പോൾ നമസ്കാരത്തിന് ശേഷം ഒരു ജനാസയും നമസ്കരിപ്പിക്കുന്നതാണ്. बिहार के रहने അത് ഹദ്റത്ത് മസീഹ് മൗഊദ് അൻഹുവിന്റെ ഒരു മകന്റേതാണ്. ഇത് ഹദ്റത്ത് സാറാ ബേഗം സാഹിബയിൽ നിന്നും ജനിച്ച മകനാണ്. അവർ ബിഹാർ നിവാസിയായിരുന്നു. സാറാ ബേഗം സാഹിബ. इंस्टीट्यूट ऑफ में 82 साल की उम्र में इंतकाल कर गए। ഇദ്ദേഹത്തിന്റെ പേര് സാഹിബ്സാദ ഹദ്റത്ത് മിർസ ഹനീഫ് അഹമ്മദ് സാഹിബ് എന്നാണ്. आप मेरे मामू भी थे। ഫെബ്രുവരി 17 9:30 മണിക്ക് താഹിർ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് റബുവയിൽ 82 വയസ്സിൽ ഇദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. उन्होंने ഇദ്ദേഹം എന്റെ അമ്മാവനും കൂടിയായിരുന്നു. മാർച്ച് 24 1932 ഇദ്ദേഹം ഭൂജാതനായി. आपकी तरबियत और तालीम के मराज ഹദ്റത്ത് മസീഹ് മൗഊദ് അൻഹു തന്റെ എല്ലാ സന്താനങ്ങളെയും പോലെ ഇദ്ദേഹത്തെയും വളരെ ചെറുപ്പത്തിൽ തന്നെ വഖഫ് ചെയ്തിരുന്നു. मैट्रिक प्राइवेट അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും പരിപാലനവും നിർണ്ണയിക്കപ്പെട്ടത്. അദ്ദേഹം മദ്രസ അഹമ്മദിയായാലും ജാമിയത്തുൽ മുബശ്ശിരീൻ ഖാദിയാനിലും ദീനി വിദ്യാഭ്യാസം കരസ്ഥമാക്കി. മെട്രിക് പ്രൈവറ്റായി കൊണ്ട് എഴുതിയെടുത്തു. 1958 BA പരീക്ഷ പാസ്സായി. ലാഹോർ ലോ കോളേജിൽ നിന്നും 1962 ഇന്റർഷിപ്പ് പ്രൈവറ്റായി ചെയ്തു. അതിൽ പ്രാക്ടീസ് ചെയ്തേണ്ട എന്ന് വിചാരിച്ചു. सेकेंडरी स्कूल सेरेलियन में खिदमत की तौफीक 1962 അദ്ദേഹം ദീനി സേവനങ്ങൾക്കായി വിദേശ രാജ്യത്തേക്ക് തിരിച്ചു. 1962 മുതൽ 69 വരെ സെറാലിയോണിൽ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചു. इस्लाम की വൈജ്ഞാനികമായി ഒരുപാട് കഴിവുള്ള വ്യക്തിയായിരുന്നു. अहाता करते 20 വർഷത്തെ കഠിനാധ്വാനത്തിനും ഗവേഷണങ്ങൾക്കും ഒടുവിൽ വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തഫ്സീറുകളെയും इस्लाम की ലളിതകളെയും कुरान फहम ആഴമേറിയ സമുദ്രത്തിൽ നിന്ന് വിലയേറിയ മുത്തുകളും अच्छी और ज़ख़ीम किताब मुरतब की जो 2004
ഉറുദു ഫാർസി കവിതകളും തെരഞ്ഞെടുത്ത ഇൽഹാമുകളും എടുത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ താലീം ഫഹ്മെ ഖുർആൻ എന്ന പേരിൽ നല്ലതും ബൃഹത്തായതുമായ ഒരു ഗ്രന്ഥം എഴുതി. ഇത് 2004 പ്രസിദ്ധീകരിച്ചു. അതുപോലെ തന്നെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അറബി, ഫാർസി, ഉറുദു കവിതകളെ സമാഹരിച്ച് അദബുൽ മസീഹ് എന്ന പേരിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതും നല്ലൊരു പരിശ്രമ ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ വിവാഹം 1959 ബഹുമാന്യ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ അമ്മാവനായിരുന്ന സയ്യദ് സൈനുൽ ആബിദീൻ വലിയുല്ലാ ഷാ സാഹിബിന്റെ മകൾ താഹിറ ബേഗം സാഹിബുമായി നടന്നു. ഇവർക്ക് 4 മക്കളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അദീദ് മിർസ സൽമാൻ അഹമ്മദ് സാഹിബ് അമേരിക്കയിലാണ്. ബാക്കി 3 പെൺമക്കളാണ്. അമത്തുൽ മോമിൻ ഹിന സാഹിബ, അവർ റബുവിലെ ഡോക്ടറായ ഖാലിദ് തസീം സാഹിബിന്റെ ഭാര്യയാണ്. മീന മുബാറക്ക മിർസ അസൻ അഹമ്മദിന്റെ ഭാര്യയാണ്. അമത്തുസമി ഫാറൂഖ് അഹമ്മദ് ഖാൻ സാഹിബിന്റെ ഭാര്യ. बयान करती हैं कि वो शहर में पहली मर्तबा किसी स्कूल में साइंस ब्लॉक का क़याम उम्र में आया. സിറാലിയോണിൽ അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, तो जैसे सारा सारा दिन खड़े होकर इस ब्लॉक की तमीर करवाया करते थे. कमर सुलेमान साहब ബോ പട്ടണത്തിൽ कहते हैं सेरेलियोन ഒരു സ്കൂളിൽ സയൻസ് ബ്ലോക്കിന്റെ പണി നടന്നു. അദ്ദേഹം വളരെ കഠിനാധ്വാനത്തോടും ശ്രദ്ധയോടും കൂടി ദിവസം മുഴുവനും അവിടെ നിന്നുകൊണ്ട് ഈ ബ്ലോക്കിന്റെ പണിയിൽ അത് മുഴുകി നിൽക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു. കമർ സുലൈമാൻ സാഹിബ് സിറാലിയോണിന്റെ സന്ദർശനത്തിനായി പോയിരുന്നു. അദ്ദേഹം പറയുന്നു, സിറാലിയോണിലെ ആളുകൾ ഇപ്പോഴും സായിദാ സാഹിബിനെ ഒരുപാട് ഓർക്കുന്നുണ്ട്. യത്തീമുകളെ പരിപാലിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. രഹസ്യമായി അവരെ സഹായിക്കുമായിരുന്നു. തന്റെ സുഹൃത്തുക്കളെ വളരെയധികം പരിഗണിച്ചിരുന്നു. സുഹൃത്ത് ബന്ധം എപ്പോഴും നിലനിർത്തുമായിരുന്നു. തന്റെ വളരെ അടുത്ത ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ചെറുപ്രായമുള്ള മക്കളെ വളരെയധികം ശ്രദ്ധിച്ചു. അവരുടെ വിവാഹം നടത്തിക്കൊടുത്തു. അങ്ങനെ സുഹൃത്ത് ബന്ധത്തിന്റെ കടമ അദ്ദേഹം നിറവേറ്റി. മുസ്ലിം മൗഊദ് അൻഹുവിന്റെ സന്താനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫാർസി പരിജ്ഞാനം ഇദ്ദേഹത്തിനായിരുന്നു. ഫാർസി വളരെ നന്നായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളെ ആഴത്തിൽ വായിക്കുമായിരുന്നു. ഇതേ കാരണം കൊണ്ടാണ് അദ്ദേഹം ഫഹ്മെ താലീമുൽ ഖുർആൻ എന്ന ഗ്രന്ഥം എഴുതിയത്. ആഴത്തിലുള്ള വായനയില്ലായിരുന്നെങ്കിൽ ഇത് എഴുതാൻ സാധിക്കില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, അദ്ദേഹം സ്വയം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചില ഗ്രന്ഥങ്ങൾ, ഒരുപക്ഷെ മുഴുവൻ ഗ്രന്ഥങ്ങളും തന്നെ 20-25 തവണ വായിച്ചിട്ടുണ്ടെന്നാണ്. ഖാദിയാനോടും അത്യപൂർവമായ സ്നേഹമായിരുന്നു ഉണ്ടായിരുന്നത്. 4 വർഷങ്ങളായി അദ്ദേഹത്തിന്റെ ആരോഗ്യം തീരെ മോശമാണെങ്കിലും കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി ഖാദിയാനിൽ ജലസയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. ദുആയിലും ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു മകൾ പറയുന്നു, അദ്ദേഹം ഏതോ ഒരു സഹാബിയുടെ സംഭവം പറയുന്നു. ഒരു സ്വപ്നത്തിൽ തന്റെ സ്ഥാനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നതായി അദ്ദേഹം കണ്ടു. ഒപ്പം എനിക്ക് ആ രീതിയിലുള്ള അമലുകൾ ഇല്ലല്ലോ എന്ന് ചിന്തിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തോട് പറയപ്പെട്ടു, നിന്റെ സൽസന്താനങ്ങൾ കാരണത്താൽ അവർ എപ്പോഴും നിനക്കായി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കാരണത്താൽ ദിവസവും നിന്റെ സ്ഥാനങ്ങൾ ഉയർത്തപ്പെടുന്നു. അദ്ദേഹം തന്റെ സന്താനങ്ങളെ ഇത് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഉപദേശിക്കുമായിരുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ സന്താനങ്ങളെയും നന്മയിൽ നിലനിർത്തുമാറാകട്ടെ. ഹദ്റത്ത് മസീഹ് മൗഊദ് അൻഹു തന്റെ സന്താനങ്ങൾക്ക് വേണ്ടിയും ജമാഅത്തിന് വേണ്ടിയും ചെയ്ത ദുആകൾക്ക് അദ്ദേഹം ഏത് രീതിയിലാണോ കാണാൻ ആഗ്രഹിച്ചത് ആ രീതിയിൽ ഇദ്ദേഹത്തിന്റെ സന്താനങ്ങളെയും അതിനെ അവകാശികളാകുമാറാകട്ടെ. ഹദ്റത്ത് മുസ്ലിം മൗഊദ് തന്റെ സന്താനങ്ങളെക്കുറിച്ചും ദുആ ചെയ്തിരുന്നു. അതായത് തന്റെ സന്താനങ്ങളും അവരുടെ സന്താനങ്ങളും ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന്റെ അമാനത്തുകളായിരിക്കട്ടെ എന്നും ഷെയ്ത്താൻ അതിൽ ഖയാനത്ത് ചെയ്യാൻ സാധിക്കരുത് എന്നും അവർ ദീനിലെ ദുനിയാവിനേക്കാൾ മുൻതൂക്കം നൽകുന്നവരായിരിക്കട്ടെ എന്നും ദുആ ചെയ്തിരുന്നു. അള്ളാഹു സാഹിബ്ജാദ മിർസ അനീഫ് അഹമ്മദ് സാഹിബിനോട് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, കാരുണ്യത്തോടുകൂടി വർത്തിക്കുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സന്താനങ്ങളെയും അവർ തങ്ങളെ ബന്ധപ്പെടുത്തുന്ന ആ രക്തത്തിന്റെ കടമകൾ യഥാർത്ഥത്തിൽ നിറവേറ്റുന്നവരായി അവർ മാറട്ടെ. ഞാനുമായും ഇദ്ദേഹത്തിന് നല്ല ബന്ധമായിരുന്നു, മുമ്പും ഉണ്ടായിരുന്നു. ഖിലാഫത്തിന് ശേഷവും ഈ സ്നേഹബന്ധം ഒരുപാട് വർദ്ധിച്ചു. എന്നാൽ അതിൽ വിനയത്തിന്റെയും എളിമയുടെയും ആത്മാർത്ഥതയുടെയും അനന്തമായ പ്രകടനമുണ്ടായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങൾ ഉയർത്തുമാറാകട്ടെ. അവരുടെ സന്താനങ്ങൾക്കും
ഇവരുടെ സന്താനങ്ങൾക്കും ഖിലാഫത്തുമായി സവിശേഷ ബന്ധം നിലനിർത്തുന്നതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.